Hello. Magic morning to all. Magic morning. Magic morning. Magic Okay. morning. Magic morning. Okay. Magic morning. അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ട് മാക്സിമം വീഡിയോ ചെയ്യാൻ Magic morning. കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് കിടക്കാം. ഇന്ന് മൺഡേ ആണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രവീണ മാം ആണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. NLP സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുള്ള പ്രവീണ മാം ആണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 1 സ്പേസ് 1 യൂസ് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം മാം. Thank you, Gopika. Thank you so much. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. അവിടെ എല്ലാവർക്കും നല്ല തണുപ്പൊക്കെ ഉണ്ടോ? ഓക്കെ, അപ്പൊ ഈ തണുപ്പത്തും നമ്മളെ ഉഷാറോട് കൂടിയിട്ട് ഇന്നത്തെ സെഷൻ കേൾക്കാൻ വേണ്ടി നമ്മളെ കൂട്ടിച്ചേർത്താറും ഇന്നത്തെ ഒരു നിമിഷത്തിന് നമ്മൾ ഒരുക്കിയ ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താണ് 1 സ്പേസ് 1 ടൈം എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അബ്ദുള്ള സാർ അതാ ഒരു സ്പേസ്. ഓ, ഇപ്പൊ കേക്കാവോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ചിലപ്പോ എന്റെ ഇഷ്യൂസ് ആയിരിക്കാം, ഞാൻ നോക്കട്ടെ. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു അബ്ദുള്ള സാറ് ഒരു സ്പേസും ഒക്കെ ഒരുക്കിയിട്ടാണ് ഇരിക്കുന്നത് തോന്നുന്നു. സാർ ഒരു ടേബിളിലാണോ ഇരിക്കുന്നത്? അതെ അതെ ആ, അതെ അതെ. ഓക്കെ, ആ ടേബിളില് നല്ലൊരു കസേരയൊക്കെ ഇട്ട് നല്ല ഇട്ടോട് കൂടിയിട്ട് ഇന്നത്തെ സെഷൻ കേട്ടിട്ട് തന്നെ കാര്യം എന്നുള്ള ആ ഒരു പവറോട് കൂടി എല്ലാ ഒരു തരത്തിലുള്ള സിറ്റുവേഷൻസും ഒരുക്കിയിട്ടാണ് സാർ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് 1 സ്പേസ് 1 ടൈം എന്ന് നോക്കാം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷെ ഇത് പലപ്പോഴും വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. ഈ 1 സ്പേസ് 1 ടൈം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആനി തോണ്ടൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഫിസിഷ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഒരു ദിവസം തങ്ങളുടെ ഒരു ക്യാബിനിൽ അല്ലെങ്കിൽ തങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു ഫിസിഷ്യനാണ്. ഹോസ്പിറ്റലിൽ അവിടുത്തെ രോഗികൾക്കും അവരെ കൂട്ടിരിക്കാൻ വരുന്നവർക്കും ഗസ്റ്റിനും ഒക്കെ ഒരു നല്ല ശീലം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചില പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് അവർ അവിടെയുള്ള ഒരു കഫേ ഷോപ്പിൽ ഒന്ന് വിസിറ്റ് ചെയ്യും. നല്ല ഹെൽത്തി ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് പെട്ടെന്ന് ആനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ആ കഫയിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ കാപ്പിയുണ്ട്, ചായയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കയറി ചെന്നപ്പോൾ സ്ട്രൈക്ക് ചെയ്ത് അവിടെ പച്ച നിറത്തിലുള്ള ഒരു ഡ്രിങ്കാണ്. ആ ഡ്രിങ്ക് ഇങ്ങനെ കുപ്പിയിൽ നിറച്ച് ഇങ്ങനെ അവിടെ എല്ലാം ഒരുക്കിയിട്ടാണ്. അതൊരു സോഡ പോലത്തെ ഒരു ഡ്രിങ്കാണ്. അത് കാണുന്ന എല്ലാ സ്ഥലത്തും അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പൊ അത് കണ്ടപ്പോൾ ഈ സോഫ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല എന്നാണ് ഹെൽത്ത് ഫിസിഷ്യന്മാർക്ക് പറയുന്നത്. അപ്പൊ ഇത്തരം ഒരു ഹാബിറ്റിൽ നിന്ന് അവിടുത്തെ രോഗികളെ ആണെങ്കിലും അവരെ കൂട്ടിരിക്കാൻ വരുന്നവരാണെങ്കിലും ഗസ്റ്റിനെ ഒക്കെ ആണെങ്കിലും അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഇത് ആരോടും പറയാനൊന്നും അവർ മെനക്കെട്ടില്ല. നിങ്ങൾ ഈ സോഡ കൂടുതൽ കഴിക്കരുത് എന്നൊന്നും പറഞ്ഞില്ല. പകരം അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാല് അതേ കഫറ്റീരിയയില് കുറെ വാട്ടർ ബോട്ടിൽസ്, ചെറിയ ചെറിയ വാട്ടർ ബോട്ടിൽസ് എല്ലാവരുടെയും കണ്ണെത്തുന്ന ഒരു സൈഡിലേക്ക് അവർ കുറെ സ്പ്രെഡ് ചെയ്ത് വെക്കാൻ തുടങ്ങി. അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അവർ അവിടെ ചെന്നിട്ട് ആ കഫറ്റേരിയയിലെ മാനേജറോട് ചോദിക്കും, ഇപ്പൊ സോഡയുടെ പൊസിഷൻ ഒന്നും മാറ്റിയിട്ടില്ല, പക്ഷെ ഈ ഡ്രിങ്കിങ് വാട്ടറിന്റെ പൊസിഷൻ കൂടുതൽ കൂട്ടുകയാണ് അവർ ചെയ്തത്. അപ്പൊ അവർ ഒരാഴ്ച കഴിഞ്ഞ് മാനേജറോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഏതാണ് കൂടുതൽ വിറ്റ് പോകുന്നത്, സോഡയാണോ വാട്ടർ ആണോ എന്ന് ചോദിക്കും. അപ്പൊ അവർ പറയുന്നത് എന്തായാലും സോഡയല്ല, ഇപ്പൊ കൂടുതൽ വിറ്റ് പോകുന്നത് വാട്ടർ ബോട്ടിൽസ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒക്കെ ഒരു വിഷയം. അതായത് എന്ന് പറയുമ്പോൾ നമ്മളപ്പോ എന്തിനാണ് അവർ ഈ വാട്ടർ ബോട്ടിൽ അവിടെ കൊണ്ടുവച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഏകദേശം more than 70% വാട്ടർ ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ വാട്ടർ നമ്മുടെ ശരീരത്തിന് വളരെ വളരെ അത്യാവശ്യമാണ്. ഇനിയിപ്പോ ഒരു സമ്മർ സീസണിലേക്ക് പോകുന്ന സമയത്ത് ഈ ശരീരത്തിലെ ഈ വാട്ടർ ലെവൽ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ വാട്ടർ എപ്പോഴും, അതായത് പ്യുവർ വാട്ടർ,
എപ്പോഴും ശരീരത്തിന് ആവശ്യമാണ്. ആ ഒരു ശീലത്തിലേക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്ന രീതിയിലേക്ക് അത്തരം ഒരു ബിഹേവിയർ ചേഞ്ച്, അത്തരം ഒരു ഹാബിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത്, കൂടുതൽ വാട്ടർ ബോട്ടിൽസ് അവിടെ സ്പ്രെഡ് ചെയ്തു. കാരണം വാട്ടർ കുടിക്കണം എന്ന് അറിയാഞ്ഞിട്ടോ പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷെ ഇത് ആൾക്കാരുടെ ഇടയിൽ മറന്നു പോകുന്ന അവസ്ഥയാണ്. അപ്പൊ അത് ചെയ്തതിന് ശേഷം കൂടുതൽ പേരും സോഡയ്ക്ക് പകരം പെട്ടെന്ന് ആ കഫറ്റീരിയയിൽ വന്നിട്ട് അവർ സ്ട്രൈക്ക് ചെയ്യുന്ന ഈ വാട്ടർ ബോട്ടിൽസ് ആണ് തിരിച്ചറിഞ്ഞപ്പോൾ ഈ വാട്ടർ ബോട്ടിൽസ് അവിടെയുള്ള കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ബിഹേവിയറിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ എൻവിറോൺമെന്റിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. പലപ്പോഴും നമ്മൾ എന്താണ് എന്നതിനപ്പുറം നമ്മൾ എവിടെയാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ബിഹേവിയർ നമ്മളിലേക്ക് വരുന്നത്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, അവിടെയുള്ള ചിലപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കോഫി ടീ എന്ന് പറഞ്ഞ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ കോഫിയും ടീ ഒക്കെ ഒരു പക്ഷെ ഒരു ഹെൽത്തിന്റെ നല്ലൊരു ഹാബിറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കോഫി ടീ ഒക്കെ ചിലപ്പോൾ ഒരു എന്താ പറയാ ഷുഗർ ഒക്കെ അവോയ്ഡ് ചെയ്യാനുള്ള തീരുമാനമായിട്ട് കുറച്ചു കാലം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ആ എൻവിറോൺമെന്റ് നമ്മൾ എങ്ങനെയാണ്, നമുക്ക് ഷുഗർ ഒന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ചായയുടെ എണ്ണം കുറച്ചു എന്നൊക്കെ വിചാരിക്കുമ്പോഴും നമ്മൾ എവിടെയാണ് എന്നതിനെ അടിസ്ഥാനമാക്കി ചിലപ്പോൾ നമ്മുടെ ബിഹേവിയറിൽ ഒരു മാറ്റം വന്നേക്കാം എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പൊ 2-3 പ്രാവശ്യം ഇവർ കുറേ പരിഭാഷയിൽ ചായ ചായ എന്ന് പറയും, എന്നാൽ ശരി ഒരു ചായ അങ്ങ് കുടിച്ചേക്കാം. ചില സമയത്ത് സ്റ്റേഷനിൽ നിർത്തിയിട്ടുമ്പോൾ ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ചായ ചായ വേണം, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും. ഒരു 2-3 പ്രാവശ്യം ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും മറ്റൊരു ചായ ആവാം. കണ്ടിട്ടില്ലേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അവിടെയുള്ള ആ സ്നാക്സ് ബാറുകളിൽ കൂടുതൽ തൂക്കിയിട്ടിരിക്കുന്ന സാധനം നിങ്ങൾ എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു പച്ച കളറിൽ ഒരു പാക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റെഡ് കളറിൽ ഒരു പാക്കറ്റ് ആയിരിക്കും. ഇത് ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആഗ്രഹമൊന്നും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ജങ്ക് ഫുഡിലേക്കൊന്നും നമുക്ക് താല്പര്യമില്ല. പക്ഷെ ഇത് 2-3 പ്രാവശ്യം അതിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് എന്നതിലപ്പുറം നമ്മൾ എവിടെയാണ് എന്ന ഒരു അടിസ്ഥാനത്തിലേക്ക് നമ്മൾ മാറും എന്നാണ് സൈക്കോളജി. അപ്പൊ നമുക്ക് തോന്നും ഒരു ലേസ് കഴിച്ചാൽ എന്താ കുഴപ്പം, എപ്പോഴൊന്നും കഴിക്കുന്നില്ലല്ലോ ഒന്ന്. അപ്പൊ നമ്മൾ എന്താണ് ആവശ്യമില്ല, പക്ഷെ എവിടെയാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ജീവിതത്തിൽ ഒരു ബിഹേവിയർ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ എൻവിറോൺമെന്റിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയും. അതാണ് ഈ വൺ സ്പേസ് ആൻഡ് വൺ ടൈം. ഇപ്പൊ അബ്ദുള്ള സാർക്ക് വേണമെങ്കിൽ ക്ലാസ് കിടന്നുകൊണ്ട് കേൾക്കാം, വേണമെങ്കിൽ ഒരു ചാരി കസേരയിലേക്ക് ഇരുന്ന് കേൾക്കാം. ഇതൊക്കെ സാറ് ചെയ്യാമായിട്ട് പോലും സാറ് ചെയ്തത് ഒരു ടേബിൾ എടുത്ത് ആ ടേബിളിലേക്ക് മൊബൈൽ അവിടെ ഫിക്സ് ചെയ്ത് വെച്ച് കസേരയെല്ലാം എടുത്ത് വെച്ച് നന്നായിട്ട് ആ സ്പേസ് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ഇപ്പൊ ആഗ്രഹിക്കുന്ന ആ ക്ലാസ്സിലേക്ക് കൂടുതൽ കോൺഷ്യസ് ആയിട്ട് ഇരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയായിരിക്കുമ്പോൾ ആ എൻവിറോൺമെന്റ് അദ്ദേഹത്തിന് എന്താണോ ആഗ്രഹം ആ ആഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സഹായിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഹാബിറ്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനൊരു സ്പേസ് ഒരുക്കുക എന്നാണ് പറയുന്നത്. ആ സ്പേസ് അതിന് മാത്രമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് കൂടുതൽ നമ്മളിലേക്ക് ആ ഹാബിറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന കാലത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയും. ഇപ്പൊ ഒരു റീഡിങ് ഹാബിറ്റ് ആണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ ആ റീഡിങ്ങിന് ആവശ്യമായിട്ട് നല്ലൊരു സ്പേസ് കണ്ടെത്തണം. ഇപ്പൊ കുട്ടികളൊക്കെ നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് അവർ ആദ്യമായിട്ട് സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ അച്ഛനും പാരന്റ്സ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പോയിട്ട് നല്ലൊരു സ്റ്റഡി ടേബിൾ വാങ്ങിക്കൊണ്ടുവരും. കണ്ടിട്ടില്ലേ? ഇപ്പൊ KG പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റഡി ടേബിൾ വാങ്ങിക്കൊണ്ട് എന്തിനാണ് അവർ ആ ശീലം കൊണ്ടുവരുന്നത് വെച്ചാൽ നല്ല ശീലമാണ്. ആ സ്റ്റഡി ടേബിൾ എന്ന് പറയുന്നത് പഠിക്കാനുള്ള ഒരു സ്പേസ് ആണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ ഇത് നമ്മുടെ വർക്കൊക്കെ ചെയ്യാം. പക്ഷെ ഒന്ന് ചെയ്ത് നോക്കൂ, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഡൈനിങ് ടേബിൾ ഭക്ഷണത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള തോന്നലിലേക്ക് ആ എൻവിറോൺമെന്റ് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് തോന്നും കുറച്ച് സ്നാക്സ് കൊണ്ടുവച്ചാൽ എന്താ കുഴപ്പം, ഞാൻ എന്റെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. പതിയെ നമ്മൾ എന്ത് ചെയ്യും, ആ ഡൈനിങ് ടേബിളിൽ കുറച്ച് സ്നാക്സോ ഭക്ഷണോ എന്തെങ്കിലും കൊണ്ടുവയ്ക്കും. പിന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്നതിലപ്പുറം ആ എൻവിറോൺമെന്റ് നമ്മൾ എന്താണ് എന്നതിലപ്പുറം ആ എൻവിറോൺമെന്റ് നമ്മൾ എവിടെയാണോ അതിനടിസ്ഥാനമാക്കി നമ്മുടെ ഹാബിറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പൊ റീഡിങ് ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ നടക്കുന്നത്, ചിലപ്പോൾ ഈ സ്നാക്സ് കഴിക്കൽ മാത്രമായിരിക്കും. റീഡിങ്ങിന്റെ കപ്പാസിറ്റി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു ഇത് 1-2 പ്രാവശ്യമല്ല നടക്കുക കേട്ടോ. ഇനി വായിക്കുന്ന ഒരു സോഫയിൽ കിടന്നിട്ടാണെന്ന് വിചാരിക്കൂ,
നമുക്കൊക്കെ ഒരു 5 പേജ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് പതുക്കെ അടയ്ക്കുന്നു. അത് നല്ല സുഖമുള്ള ചാരുകസേലയാണെങ്കിലോ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു പാരഗ്രാഫിനകത്ത് നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതെല്ലാം ആ ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമുള്ള സ്പേസ് എന്ന് ഓർക്കുക. അപ്പോ എന്തിനും ഒരു എക്സസൈസ് ആണെങ്കിൽ ആ എക്സസൈസിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ ഒരുക്കുക. ഇപ്പൊ വീട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങനെ സ്പേസ് ഒരുക്കുന്നത് നമ്മുടെ ഏറ്റവും ആ ഹാബിറ്റ് ഫുൾഫിൽ ചെയ്യാൻ ഏറ്റവും അധികം സഹായിക്കും എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ കോവിഡ് കാലത്ത് കൂടുതൽ വ്യക്തികളും വർക്ക് ഫ്രം ഹോം എന്നൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ വർക്ക് ഫ്രം ഹോം എന്ന അവസ്ഥയിലേക്ക് ചെയ്യുന്ന സമയത്ത് പല ഒഫീഷ്യൽസിനും ഒരുപാട് മെന്റൽ സ്ട്രെസ്സുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പഠനം തെളിയിക്കുന്നു. കാരണം വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിക്കുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ ആ ഒരു ഡൈനിങ് ടേബിളിൽ ആ ഒരു ഹോമിന്റെ അറ്റ്മോസ്ഫിയറിൽ ഇന്ന് വർക്ക് ചെയ്യുമ്പോൾ അത് കൂടുതൽ മെന്റൽ സ്ട്രെസ് ഉണ്ടാക്കിയിട്ടായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പിന്നീട് ആ സ്ട്രെസ്സിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരാം എന്ന് ചിന്തിച്ചെടുത്താണ് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന പല വ്യക്തികളും വീട്ടിൽ ഒരു റൂം അതിനായിട്ട് ഒരുക്കി തുടങ്ങിയത്. ആ വീട്ടിൽ ആ റൂം എങ്ങനെയാ ഒരുക്കിയെന്ന് വെച്ചാൽ ആ ഒരു റൂമിൽ ഒരു ഓഫീസിന്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. കമ്പ്യൂട്ടർ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും എല്ലാം അതിന്റെ ഒരു ടേബിള്, ഒരു ചെയർ, അതിന് വേണ്ട സ്പേസ്, ഒരു ഇന്റർനെറ്റിന് ആവശ്യമായ എല്ലാ സംഗതികളും എല്ലാം ആ ഒരു സ്പേസിൽ ഒരുക്കി ആ സ്പേസ് ഒരു ഓഫീസ് റൂം പോലെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അത് അവരുടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓഫീസിലേക്ക് എൻ്റർ ചെയ്യുന്ന അതോ ഒരു മെന്റാലിറ്റിയോട് കൂടി കയറി അത് ഡോർ ലോക്ക് ചെയ്ത് അത് ഒരു ഓഫീസ് സെറ്റപ്പിലേക്ക് മാറ്റിയപ്പോൾ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു ഹാബിറ്റ് ഓഫീസിൽ എങ്ങനെയാണോ ഞാൻ ചെയ്യേണ്ടിയിരുന്നത്, എന്റെ വർക്ക് എങ്ങനെ പോകണം എന്ന് ആഗ്രഹിക്കുന്നു, ആ സ്പേസ് അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു എന്നർത്ഥം. അപ്പൊ ദിവസവും നിങ്ങൾ ഈ ബിമാജിക്കിന്റെ ക്ലാസ് കേൾക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചില സമയത്ത് നിങ്ങൾ കിടന്നുകൊണ്ട് കേൾക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ ചാരികസേനയിൽ ഇരുന്ന് കേൾക്കുന്നവരുണ്ടാവും, അടുക്കളയിൽ വെച്ച് കേൾക്കുന്നവരുണ്ടാവും. പക്ഷെ ഇതിനായിട്ട് ഒരു സ്പേസ് കണ്ടെത്തി അവിടെ അതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹാബിറ്റ് നമ്മളിലേക്ക് കൊണ്ടുവരാം. ഇത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് രാവിലെ ഞാൻ ഹോസ്റ്റലില് എനിക്ക് എനിക്ക് ഒരു സ്പേസ് വേണം. ഇപ്പൊ രാവിലെ സാധാരണ ഏതെങ്കിലും അടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ റൂംമേറ്റ്സ് ആരും ഇല്ലാത്ത റൂമിൽ വെച്ചിട്ടാണ് ഇടയ്ക്ക് ഞാൻ എടുക്കാറ്. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ സാധാരണ ഇപ്പൊ അവിടെ എല്ലാം ഫില്ലായതുകൊണ്ട് പുറത്തുള്ള ഒരു വിസിറ്റേഴ്സ് റൂമിൽ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അവിടേക്ക് വന്നപ്പം എന്റെ വാർഡൻ പറഞ്ഞത് ഇങ്ങനെ, പ്രൈവറ്റ് ക്ലാസ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പേസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ സ്പേസിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഞാൻ വാർഡനോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, എനിക്കൊരു സ്പേസ് എന്ന് പറയുന്നത്, ഈ ക്ലാസ് എടുക്കേണ്ട സ്പേസ് എന്ന് പറയുന്നത് അവിടെ കുറച്ച് സ്വസ്ഥമായിട്ട് എനിക്കിത് എന്നെ കേൾക്കുന്ന വ്യക്തികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആയിരിക്കണം. അവിടെ എനിക്കൊരു ടേബിൾ വേണം, ഒരു ചെയർ വേണം. അപ്പൊ അതിപ്പോ എന്ത് ചെയ്യാം, 6 മണിക്ക് പുറത്തേക്കുള്ള ഡോറ് തുറക്കുള്ളൂ. പക്ഷെ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ പുറത്തുള്ള വിസിറ്റേഴ്സ് റൂം എനിക്ക് തുറന്നു തരും. അപ്പൊ ഈ സ്പേസ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു ഹാബിറ്റിലേക്ക് എന്നെ മൂവ് ചെയ്യിക്കാനുള്ള ഒരു സ്പേസ് ആണ്. ഈ സ്പേസ് റീഡിങ്ങിന് മാത്രമുള്ള ഒരു സ്പേസ് ആക്കി മാറ്റി പലപ്പോഴും റൂമിൽ ഇരുന്ന് വായിക്കാതെ, കാരണം റൂമിൽ ഇരുന്ന് വായിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് സമയം കട്ടിലിങ്ങനെ ഇരുന്ന് വായിക്കും, പിന്നെ തോന്നും ഒന്ന് ചരിഞ്ഞു കിടന്നാൽ എന്താ കുഴപ്പം, വായിച്ചാൽ മതിയല്ലോ, അത് കിടന്നിട്ടാണെങ്കിലും പോരെ. കുറച്ച് കഴിയുമ്പോൾ വായനയായിരിക്കില്ല, ഉറക്കമായിരിക്കും നടക്കുക. ഇനി വേറെ ഡൈനിങ് ഏരിയയിൽ കുറച്ച് ടേബിളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ടി വി വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ ആ ടി വിയിലേക്ക് നോക്കിയിരിക്കാനുള്ള ഒരു സ്പേസ് പോകും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഹാബിറ്റ്, അത് ഏത് ഹാബിറ്റ്, എക്സസൈസ് ആയിക്കോട്ടെ, ഒരു വർക്ക് സ്പേസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഹാബിറ്റ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ബിഹേവിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ആ ബിഹേവിയർ നമുക്ക് ചുറ്റുമുള്ള ആ എൻവിറോൺമെന്റ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ആ എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് കൂടി നമ്മൾ വളർന്നെങ്കിലേ ആഗ്രഹിക്കുന്ന ഒരു ഹാബിറ്റ് നമ്മൾ കൂടുതൽ കൊണ്ടുവരാൻ പറ്റും. ഒരു പക്ഷെ ഈ കുഞ്ഞു കുട്ടികളിലൊക്കെ ഈ സ്റ്റഡി ടേബിളിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്. അവർക്ക് വേണമെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവരൊപ്പം ഇരുന്ന ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പഠിക്കാം. കുറച്ച് കഴിയുമ്പോൾ അവർ എനിക്ക് വിശക്കുന്നു, കാരണം ഇരിക്കുന്നത് ഡൈനിങ് ടേബിളാണ്. ആ ഡൈനിങ് ടേബിളിൽ ഉള്ളത് അത് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ള ആവശ്യത്തിന് എല്ലാവർക്കും കൂടി ചേർന്ന് ഇരിക്കാനുള്ളതാണ്. അപ്പൊ അവിടെയുള്ള കോൺസെൻട്രേഷൻ അങ്ങ് പോകും എന്നർത്ഥം. അപ്പൊ ക്രിയേറ്റ് സ്പേസ്
that can be used only one time, that means for only one purpose. ഒരു പർപ്പസിനായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് വരണം. ഒരു പക്ഷേ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും, ഒരു റൂമിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും സ്പേസ് എവിടെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു റീഡിംഗ് ഹാബിറ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനൊരു ടെസ്റ്റ്. ഇപ്പൊ പലപ്പോഴും ഇപ്പൊ സ്കൂളിലുള്ള ബെഞ്ചും ഡെസ്ക് പോലും പലപ്പോഴും പല വീട്ടുകാരും അതുപോലത്തെ ബെഞ്ചും ഡെസ്കും ഒരു സ്റ്റഡി ടേബിൾ പോലെ വീടുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? ആ സ്കൂളിലുള്ള ബെഞ്ചും ഡെസ്കും പോലെ ഒന്ന് വീട്ടിൽ അറേഞ്ച് ചെയ്താൽ അതൊരു സ്റ്റഡി ടേബിൾ. അപ്പൊ അവിടെയുള്ള ഒരു കോൺസെൻട്രേഷനും ആ സ്പേസ് പഠിക്കാനുള്ളത് മാത്രം. അപ്പൊ അവിടെ ബുക്ക് എല്ലാം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് അവിടെയെല്ലാം അറേഞ്ച് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ നമുക്കൊരു ഡൈനിങ് ടേബിൾ, അതിപ്പോ വലുപ്പം വേണമെന്നൊന്നുമില്ല, അതിനുള്ള ടേബിൾ അതിനായി. ഒരു പക്ഷേ നമ്മളൊക്കെ ഫർണിച്ചർ ഷോപ്പിൽ പോയാൽ നമുക്ക് കാണാം എന്ത് ചെയ്യാം, ഇപ്പൊ ചെറിയ കിച്ചണിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ ടേബിൾ പോലും നമുക്കിപ്പോ അവൈലബിൾ ആണ്. ആ ടേബിൾ 4 കസേര, ആ കസേര പുറത്തേക്ക് നിൽക്കാത്ത രീതിയിൽ ഉള്ളിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന കിച്ചൺ ടേബിൾ പോലെ ഡൈനിങ് ടേബിൾ പോലും ഇപ്പൊ അവൈലബിൾ ആണ്. കാരണം അവിടെ ഇരുന്ന് പെട്ടെന്ന് പോകേണ്ടതാണെങ്കിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം. അപ്പൊ ആ സ്പേസ് അതിന് മാത്രമായിട്ട് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. ഒരു പക്ഷെ നമ്മളൊക്കെ ഈ തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഓരോന്നിന്റെയും നമ്മൾ ആഗ്രഹിക്കുന്ന ഹാബിറ്റ് എന്ന തലത്തിലേക്ക് ഏത് ഹാബിറ്റ് ആണോ കൊണ്ടുവരേണ്ടതെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഹാബിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് എടുക്കുക എന്ന് പറഞ്ഞു. എക്സസൈസ് ഞാനും ഒക്കെ രാവിലെ കുറച്ച് സമയം ചെയ്യും. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ തണുപ്പുള്ള സമയത്ത് ടെറസുമ കയറി ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക്കാണ്. കാരണം അത് പിന്നെ ചുമയാവും, ജലദോഷമൊക്കെ ആവും. പിന്നെ അത് മാത്രമല്ല വളരെ വളരെ തണുപ്പ് തോന്നുന്ന ഫീലിംഗ് ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് സ്പേസ് ആയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ വരുന്നത് ഇതിന്റെ ഉള്ളിലാണ്. കാരണം ഇതിന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് തണുപ്പ് വരില്ല. കാരണം ഇത് മുകളിൽ ഷീറ്റ് ഇട്ടതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, സ്വസ്ഥമായിട്ട് തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ചെയ്യാം. പക്ഷെ അപ്പോഴും അതിലേക്ക് അത്ര ഒരു കോൺസെൻട്രേഷൻ വരാത്തത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് എന്ത് ചെയ്യും, എന്തൊക്കെ വന്നാൽ തണുപ്പാണെങ്കിലും ശരി ഒരു തൊപ്പിയിട്ട് ചിലപ്പോ ഒരു ഓവർകോട്ടോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു ബനിയനൊക്കെ ഇട്ട് ഞാൻ ടെറസിലേക്ക് തന്നെ പോകും. അതാണ് ആ സ്പേസിനുള്ള ഞാൻ കണ്ടെത്തിയ എക്സസൈസിന് ആവശ്യമായിട്ടുള്ള സ്പേസ്. അവിടെ എത്തുമ്പോൾ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരില്ല. അപ്പൊ ഒരു 6:30 ആകുമ്പോഴേക്കും സൂര്യന്റെ വെളിച്ചം വന്നു. അപ്പൊ കുറച്ചുകൂടി ചൂടായി. അപ്പൊ എക്സസൈസ് ചെയ്യാൻ കുറച്ചുകൂടി ഇനീഷ്യേറ്റീവ് എടുക്കാനും പറ്റുന്നുണ്ട്. അപ്പൊ ആ സ്പേസ് അതിന് മാത്രമായിട്ട് കണ്ടെത്താനുള്ള ഒരു വഴിയായിട്ട് എനിക്കിത് മനസ്സിലായി. ഒരു പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓരോ സ്പേസിന്റെയും പ്രാധാന്യം എനിക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചത്. ജീവിതത്തിൽ ഇത്തരത്തിൽ നിങ്ങൾ ഒരു വായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ കുക്കിംഗ് എന്തിനാണ് ഒരു അടുക്കള നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ള സ്പേസ് ആണത്. അവിടെ അത് കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യാനാണ്. അതൊരു കോമൺ ആക്കി വെക്കുമ്പോൾ അത് വ്യത്യാസം, അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ പോവില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇപ്പൊ ഒരു സോഫയിൽ ഇപ്പൊ ചില ഫ്ലാറ്റുകളിലൊക്കെ നമുക്ക് ഓപ്പൺ കിച്ചൺ ഉണ്ട്. പക്ഷെ ഒരു ക്ലോസ്ഡ് കിച്ചണും ഓപ്പൺ കിച്ചണും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ആ സ്പേസ് ആ ക്ലോസ്ഡ് കിച്ചൺ അതിലേക്ക് മാത്രം ഉള്ളതാണ്. അപ്പൊ പഠിക്കുന്ന ആ ഫ്ലാറ്റിൽ ഒരു കുട്ടി പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഹാളിൽ ഇരുന്ന് പഠിക്കുകയാണെന്ന് സ്റ്റഡി ചെയ്ത് ഓപ്പൺ കിച്ചണിലേക്ക് ആകുമ്പോൾ എന്താണ് ശ്രദ്ധ പോകുന്നത്, മുഴുവൻ കിച്ചണിലേക്കാണ്. എന്താണ് അമ്മന്ന് ഭക്ഷണം പാകം ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിച്ചണിലേക്ക് ഓടി പോകുന്ന ഒരവസ്ഥ. അപ്പൊ ഓരോ സ്പേസിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനനുസരിച്ച് അതിനു വേണ്ടി മാത്രം ഇപ്പം ബെഡ്റൂം എന്ന ഒരു കട്ടിൽ എന്ന് പറയുന്നത് ഉറങ്ങാൻ മാത്രം ഉള്ളതാണ്. അപ്പൊ ആ സ്പേസ് അതിന് മാത്രമായിട്ട് ഉപയോഗിക്കുക. ഇതല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുക. വായിക്കാൻ ബെഡ് ഉപയോഗിക്കാതിരിക്കുക. ബെഡ് എന്ന് പറയുന്നത് ആ സ്പേസ്, കട്ടിൽ എന്ന് പറയുന്നത് ഉറങ്ങാനും നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അവിടെ റീഡിങ്ങിനില്ല, അതിന് പ്രാധാന്യമില്ല. ആ ഹാബിറ്റ് അവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ഇരുന്നുകൊണ്ടിരുന്ന വായിച്ചിരുന്ന വ്യക്തി കുറച്ചു കഴിഞ്ഞ് കിടക്കാനും പിന്നെ കിടന്ന് ഉറങ്ങാനും നമുക്ക് ടെൻഡൻസി ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ബിഹേവിയർ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്നതിനൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു എൻവറോൺമെന്റ് കൂടി ഒരുക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുക്കി കഴിഞ്ഞാൽ ആ എൻവറോൺമെന്റിൽ അവിടെയുള്ള ഒബ്ജക്റ്റിനെക്കാളും അപ്പുറം ആ ഒബ്ജക്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് കൂടുതൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഒരു ഗോൾ സെറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ, കുട്ടികൾക്കാണെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ടാവും, അവർക്കൊരു ഗോൾ ഉണ്ടാവും. ആ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡൈനിങ് ടേബിളിന് ചുറ്റും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള പടങ്ങളും കാര്യങ്ങളും ഒട്ടിച്ചു വെക്കുമ്പോൾ അവരതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ആ സ്പേസ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാം.
കിച്ചണിലാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുന്നതാണെങ്കിൽ അവിടെ ഹെൽത്തി ഫുഡ് എന്നുള്ള ഒരു പോസ്റ്റർ ഒട്ടിക്കുകയാണെങ്കിൽ ആ സ്പേസ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചിത്രങ്ങൾ ഒട്ടിക്കുക, ഫ്രൂട്ട്സിന്റെ ചിത്രങ്ങൾ ഒട്ടിക്കാം, വെജിറ്റബിൾസിന്റെ ചിത്രങ്ങൾ ഒട്ടിക്കാം. അപ്പൊ ആ സ്പേസ് അതിന് മാത്രമുള്ള അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഹെൽത്തും ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഉണ്ടാക്കുന്ന ഭക്ഷണം ഹെൽത്തി ആയിട്ട് തോന്നാനും കൂടുതൽ വെജിറ്റബിൾസും കൂടുതൽ ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ഉള്ള ഒരു ടെൻഡൻസി ആ സ്പേസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ഹാബിറ്റ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് കൂടുതൽ ഹെൽത്തി ഫുഡാണ് വേണ്ടത്, അത്തരം ചിത്രങ്ങൾ നമ്മൾ എവിടെയാണോ എക്സസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ചിത്രങ്ങൾ ഒട്ടിച്ച് ആ സ്പേസ് കൂടുതൽ ക്രിയേറ്റീവ് ആക്കാം. അത് എന്ന് പറഞ്ഞാൽ ഏത് ബിഹേവിയർ ആണോ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനായിട്ട് ഒരു സ്പേസ് ഒരുക്കുക. ആ സ്പേസ് അതിന് മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അത് മാത്രമായിട്ട് ഉപയോഗിക്കുക എന്ന് കൂടി സൈക്കോളജി പറയുന്നുണ്ട്. ഒരുപക്ഷെ ഹാബിറ്റുകൾ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ ബ്രെയിൻ നമ്മളെ കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ യാത്രയിലേക്കൊക്കെ ആണെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പല വഴികളും നമുക്കുണ്ട്. അവിടെ നമുക്ക് ചാടുകയോ ഒന്നും ആവശ്യമില്ല. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് ഹെൽത്തിന് ആവശ്യമായ ഹാബിറ്റ്സ് ഒരുപാട് യൂട്യൂബിലും ഒക്കെ അവൈലബിൾ ആണ്. അത്തരം അവൈലബിൾ ആയിട്ടുള്ള എക്സസൈസുകൾ പഠിച്ചു വെക്കുക, യാത്രയിൽ ഉപയോഗിക്കുക. കാരണം ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് സ്പേസ് ഒരുക്കാൻ കഴിയും. പക്ഷെ ഒരുക്കിയ സ്പേസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നീട് നമ്മൾ അത്തരം ഒരു സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ അവിടെ ഒരു സ്പേസ് ഒരുക്കാം എന്നുകൂടി നമ്മൾ ചിന്തിച്ചു തുടങ്ങും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഹാബിറ്റും, അത് എന്ത് ഹാബിറ്റും ആയിക്കോട്ടെ, ഒരു വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, നിങ്ങൾ എക്സസൈസ് ആയിക്കോട്ടെ, നിങ്ങൾ ഫുഡ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ആ സ്പേസ് കൂടുതൽ ഫലവത്താകാൻ അതിലൂടെ നിങ്ങൾ നല്ലൊരു ബിഹേവിയറോ ഒരു ഹാബിറ്റോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനാവശ്യമായ സ്പേസ് ഒരുക്കുക, അത് അതിന് മാത്രമായിട്ട് ഉപയോഗിക്കുക എന്നുകൂടി പറയുന്നു. എന്തിനേറെ പറയുന്നു, ബി മാജിക് ക്ലാസ്സിൽ സ്ഥിരമായിട്ട് ഒരു സ്പേസ് നിങ്ങൾ കണ്ടെത്തൂ. നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പക്ഷെ 1 or 2 ദിവസത്തിനും അപ്പുറം ഒരു ദിവസം ക്ഷീണം തോന്നിയാൽ പോലും, ഒന്ന് കേറില്ല ഒരു മടി തോന്നിയാൽ പോലും ആ സ്പേസ് കാണുന്ന സമയത്ത് ഓടിയെത്തി അതിലേക്ക് നമ്മുടെ ഹാബിറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. അപ്പൊ അത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഹാബിറ്റ് അതിലൂടെ ആ ബിഹേവിയർ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി ഒരു സ്പേസ് ഒരുക്കുക. ആ സ്പേസ് അതിന് മാത്രമായിട്ട് വൺ സ്പേസ് വൺ ടൈം, ആ സ്പേസ് അതിന് മാത്രമായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിഹേവിയർ ഏത് എൻവിറോൺമെന്റിലാണെങ്കിൽ പോലും ആ എൻവിറോൺമെന്റുമായി കണക്ട് ചെയ്ത് ആ ഹാബിറ്റ് ഫുൾഫിൽ ചെയ്യാൻ, ആ ഒരു ഗോളിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കും എന്നുകൂടി സൈക്കോളജി കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും ഇന്നു മുതൽ ഈ ബി മാജിക്കിന്റെ ക്ലാസ്സിൽ കാണാൻ വേണ്ടി ഒരു സ്പേസ് ഒരുക്കുക. അവിടെ ആവശ്യമായ പുസ്തകങ്ങളും പെന്നും എല്ലാം സൂക്ഷിച്ചു വെക്കുക. ഈ ക്ലാസ്സിന്റെ സമയത്ത് ആ സ്പേസിലേക്ക് ഓടിയെത്തുക. അത് അതിന് മാത്രമായിട്ട്, അതായത് അത് വേണമെങ്കിൽ റീഡിങ് ഒരു ഹാബിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ അത് ഉപയോഗിക്കാം, ക്ലാസ്സുകൾ കേൾക്കാൻ ഉപയോഗിക്കാം, എന്തെങ്കിലും നോട്ട് എഴുതി ചേർക്കാനുള്ള സമയത്ത് നമുക്ക് തിരിച്ച് ആ സ്പേസ് ഉപയോഗിക്കാം. ഇത്തരം കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കണക്ട് ചെയ്യാൻ ആ സ്പേസ് നമുക്ക് ഉപകാരപ്പെടും. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബിഹേവിയറിൽ ആ മാറ്റം വന്നു തുടങ്ങുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്താണെങ്കിലും എല്ലാവരും ഇരുന്ന് ശ്രമിച്ചു നോക്കൂ. വൺ സ്പേസ് വൺ ടൈം, ആ സ്പേസ് അതിന് മാത്രമായിട്ട് ഉപയോഗിക്കുക. അതിനുവേണ്ടി സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി പ്രിപ്പയർ ആകുക. നിങ്ങളുടെ എൻവിറോൺമെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബിഹേവിയറിലേക്ക്, ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ വേറെ സഹായിക്കും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. വൺ സ്പേസ് വൺ ടൈം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്കൊരു ഫീഡ്ബാക്ക് സെക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാൻ ടൈമാണ്. അപ്പോൾ ഓരോരുത്തരായിട്ടൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? അബ്ദുള്ള സർ പറയട്ടെ? ഓ പറഞ്ഞോളൂ സർ. അല്ല, ഈ സ്പേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് മാഡത്തിനോട് വല്ലാത്തൊരു എന്നെ ഓർമ്മപ്പെടുത്തിയതിന്. കാരണം ഈ ഞാൻ പണ്ട് പറയാറുണ്ട്, പുസ്തകം വാങ്ങുന്നവൻ വിഡ്ഢി, വായിക്കുന്നവൻ ബുദ്ധിമാന്ന്. അപ്പൊ ഞാൻ ആ കൂട്ടത്തിലായിരുന്നു. കാരണം ഏത് പുസ്തകം കിട്ടിയാലും വാങ്ങുന്ന ഒരു ഏർപ്പാടുണ്ടാവും. പക്ഷെ ഞാൻ വായിക്കുന്നതെല്ലാം ഈ
യാത്രകളിൽ മാത്രമാണ് ഞാൻ അധികം വായിക്കാറ്. ഈ സ്പേസിന്റെ കാര്യം നോക്കാത്ത കാരണമായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ബെഡിലൊക്കെ ഇരുന്നിട്ടായിരിക്കും ഞാൻ വായിക്കുന്നത്. അപ്പൊ ഇത് മാഡം പറഞ്ഞ കറക്റ്റ് ആയിരുന്നു. ആ ഉറക്കോ അല്ലെങ്കിൽ ഒരു മന്ദത ബാധിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ബോധേഡായി. അതേമാതിരി എക്സസൈസ് ഈ ചെയ്യുന്ന മാതിരി തന്നെ ഇപ്പൊ എനിക്കിപ്പോ ഒരു പുതിയൊരു അറിവല്ല, എന്നെ ബോധോദയം ചെയ്യിച്ചു. അത്ര. താങ്ക് യു മാം. സർ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അബ്ദുൽ സാർക്ക് ഞാനിത് കണ്ടപ്പോ തന്നെ ഫസ്റ്റ് കണ്ടത് അബ്ദുൽ സാർ ആ ഒരു സീറ്റിലേക്ക് വന്ന് ഇത് സെറ്റ് ആവുന്നതാണ്. അപ്പൊ ആ സ്പേസ് അതിലേക്ക് ഉപയോഗിക്കാം. നമ്മൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഹാബിറ്റ്സിനും ആ സ്പേസ് ഉപയോഗിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു അബ്ദുള്ള സർ. സുജിത് സർ. മാജിക് മോർണിംഗ് മാം. ഒരു എന്താ പറയാ, നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണത്. കാര്യം വെച്ചാല് ഞാൻ വർക്ക് ഫ്രം ഹോം, കൊറോണ ടൈമിൽ വർക്ക് ഫ്രം ഹോം ഒക്കെ ആയ സമയത്ത് അനുഭവിച്ചൊരു കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ ലൈഫിൽ കൂടെ സഞ്ചരിക്കുന്ന പോലെ തോന്നി പല സിറ്റുവേഷൻസ്. വർക്ക് ഫ്രം ഹോം ചെയ്ത സമയത്ത് നമ്മൾ ആ ഒരു മൊത്തത്തില് കൺഫ്യൂസ്ഡ് ആയിരുന്നു. വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു എന്താ കുട്ടി ഇടയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ആ ഒരു ഇതങ്ങ് ഒരു ഫ്ലോ പോവും, വർക്കിന്റെ ഫ്ലോ. പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രത്യേക സ്പേസ് മാറ്റി വെച്ച് ചെയ്തപ്പോ അത് സോൾവ് ആയി. ആക്ച്വലി അത് വലിയൊരു നമ്മൾ ചെയ്ത കാര്യം തന്നെയാണ്. പക്ഷെ മാഡം അതിന് പിന്നിലുള്ള സൈക്കോളജി പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. അതുപോലെ റീഡിങ്ങിന്റെ ആണെങ്കിലും നമ്മൾ പിന്നെ ആക്കാന്ന് പറഞ്ഞ് പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യുന്നത് അതിലേക്കൊരു ഹാബിറ്റ്, ഈ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് അതിന് വേണ്ടുന്ന സ്പേസ് അതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആക്കുകയാണെങ്കിൽ നല്ലൊരു നമുക്കൊരു ഒരു ട്രാക്ക് കിട്ടും. അതാണ്. ഇനി നല്ലൊരു സെഷൻ. താങ്ക് യു മാം. താങ്ക് യു സുജിത്. ഇപ്പൊ കോവിഡ് കാലത്ത് പലരും ബുദ്ധിമുട്ട് ഒരുപാട് സൈക്കോളജിക്കൽ സ്ട്രെസ്സിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയ കാര്യം സുജിത്ത് പറയുന്നു. കാരണം അത് ഹോം എന്ന് പറഞ്ഞ ഫാമിലിക്കുള്ള സ്പേസ് ആണ്. അപ്പൊ അവിടെ വർക്കും കൂടി ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ മെന്റലി ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ വീട്ടുകാർക്കും അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പല വീടുകളിലും ആ സമയത്ത് ഒരു വർക്കിംഗ് സ്പേസ് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ അവർ രാവിലെ 10 മണിക്ക് അതിനുള്ളിൽ കയറും. ഫുഡ് അടക്കം അതിനുള്ളിലേക്ക് രാവിലെ ഓഫീസിൽ പോകുന്നത് പോലെ പോയി തിരിച്ച് 5 മണിക്ക് ഇറങ്ങി വരുന്ന ഒരു സിസ്റ്റം അവർ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ ഫാമിലിയും ഓക്കെ, നമ്മളും ഓക്കെ. താങ്ക് യു സുജിത്. താങ്ക് യു ഫോർ ഷെയറിംഗ്. ഓക്കെ, ഉണ്ണികൃഷ്ണൻ സർ. Magic morning to all. Good presentations, madam. ഇന്നത്തെ ക്ലാസ് നന്നായിരുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും ജോലിക്ക് പോകുന്ന വീടുകളിലൊക്കെ ഒരു പ്രത്യേകം ഒരു ഓഫീസ് റൂമായിട്ട് അറേഞ്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതിന് ഒരു പ്രത്യേക വൈബാണ്. അത് നമുക്ക് നമ്മുടെ അറ്റൻഷൻ വർദ്ധിപ്പിക്കാനും അതുപോലെ കോൺസെൻട്രേഷൻ കിട്ടാനും അതിൽ നിന്നൊരു റിയാലിറ്റി ആയിട്ടത് നമുക്ക് ഏറ്റെടുക്കാനും ആ റിയാലിറ്റി നമുക്കൊരു ഹാബിറ്റായി മാറാനും പറ്റിയൊരു അന്തരീക്ഷമാണ് ഉള്ളത്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഉണ്ണികൃഷ്ണൻ സാർ. ഷെയർ ചെയ്തത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ പലയിടത്തും അങ്ങനെ പോകുമ്പോൾ പല വീടുകളുണ്ട് ഓഫീസ് സെറ്റപ്പ് കണ്ടിട്ടുണ്ട്. ഒരു പക്ഷെ നമ്മുടെ വീടുകളിലും ഒരുപക്ഷെ ഇനി വീട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരും ഒക്കെ ഒരു റീഡിങ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വായനയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കാനും ഫാമിലിയിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കാനും ഒരു റൂം അറേഞ്ച് ചെയ്ത് ഒരു സെറ്റപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അവിടെ കുറച്ച് ഒരു അലമാരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പുസ്തകങ്ങൾ സൂക്ഷിക്കുക, വായിക്കാനുള്ള ഒരു സ്പേസ്, ഒരു ടേബിളൊക്കെ അറേഞ്ച് ചെയ്യുക, വർക്ക് ചെയ്യാനുള്ള സ്പേസുകൾ അവർ അറേഞ്ച് ചെയ്യും. തീർച്ചയായിട്ടും അത്തരം ഒരു റീഡിങ് ഹാബിറ്റ് ഫാമിലിയിലുള്ള വ്യക്തികൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക് ആയിട്ട് അത്തരം ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു പക്ഷെ ഇന്ന് അത് കുറഞ്ഞു വരുന്നതിന്റെ കാരണം ഇത്തരം ഒരു സ്പേസ് ഒരുക്കാത്തത് കൊണ്ടായിരിക്കാം. ഈ റീഡിങ്ങിനായിട്ട് ഒരു സ്പേസ്, അതിനായിട്ട് പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ ഒരു സ്പേസ്, അതൊരു കൊച്ചു റൂമായാലും മതി. അവിടെ ഒരു ടേബിളും ഒരു കസേരയും വായിക്കാനുള്ളതും എല്ലാ സിസ്റ്റങ്ങളും ഒക്കെ ഒരുക്കിയാൽ വീട്ടിലെല്ലാവരും അത്തരം ഒരു റീഡിങ് ഹാബിറ്റ്, ഈവൻ ന്യൂസ് പേപ്പർ പോലും നമുക്ക് അവിടെ കൊണ്ടുവരില്ല. എല്ലാവരും വായിക്കുന്നത് അവിടെയായിരിക്കും. അപ്പൊ ന്യൂസ് പേപ്പർ ആണെങ്കിലും അവിടെ അത് ഇരുന്നോളും. അവിടെ ചെന്ന് അവിടെയാണ് അതിന്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും അത്തരം ഒരു ശീലത്തിലേക്ക് പോകും. ഇവിടെ അതാണ് ഇമ്പോർട്ടന്റ്. ആ എൻവിറോൺമെന്റ് അത്തരം ഒരു ഹാബിറ്റ് ഫാമിലിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന്. ഓക്കെ, താങ്ക് യു.
Okay, thank you, ma'am. Thank you, Unikrisha sir. യെസ് മോർണിംഗ്. ഗുഡ് Morning, മോർണിംഗ്. sir. വളരെ നന്നായിരുന്നു. പിന്നെ സ്പേസ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയാമെങ്കിലും വളരെ അതിന് വാല്യൂ ഉള്ള ഒരു ടൈമാണ് ഇപ്പോഴത്തെ സിറ്റി ലൈഫിലെല്ലാം. എവിടെ എന്തെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ തന്നെയും അത് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കടകളിലും അതെ, ടൂൾസ് എല്ലാം പ്രോപ്പറായിട്ട് ഒരേ പ്ലേസിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായിരിക്കും. എന്തായാലും ഒന്നും കൂടി റിമൈൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു മോത്തി സർ. Sir. Then, സാലു എന്നുള്ള നെയിം കാണുന്നില്ല. അവരൊന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഹലോ സാലു, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോ പ്രണവ് മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇനി വേറെ ആർക്കെങ്കിലും ഓക്കെ. ഹായ് ആരായിരുന്നു? പ്രവീണ മാം, മാജിക് Okay. മോർണിംഗ്. നല്ലൊരു സെക്ഷനാണ് നിർത്തിയിട്ടാ. ഞാനിത് പറഞ്ഞപ്പോ ഇങ്ങനെ ആലോചിച്ചത്, വീട്ടിലൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്, നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അംഗൻവാടിയിൽ നിന്ന് വന്ന ബാഗ് അതിന്റെ മേലെ ഉണ്ട് കൊണ്ടു വെക്കും. അപ്പോഴേക്കും എന്റെ മോള് അറിയേ തുടങ്ങി, ഇനി ഇങ്ങനെ ഇതിന്റെ മേലെ ഓരോന്ന് വരാൻ തുടങ്ങും. ഇതിന്റെ മേലെ എന്തിനാ നീ കൊണ്ടുവന്ന് വെക്കണ് എന്ന് വെച്ചിട്ട് എന്റെ ചീത്തറല്ല തുടങ്ങൂട്ടാ. അപ്പൊ എന്താ, എപ്പോഴും അവൾ അതും ഒതുക്കും. ആദ്യം ആര് അത്തേക്ക് കയറി വന്നാലും അവരുടെ കയ്യിൽ എന്താണുള്ളത് ആദ്യം അതിന്റെ മേലെ വെക്കും, ടേബിളിന്റെ മേലെ. പക്ഷെ മാം പറഞ്ഞ പോലെ നമ്മള് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് നമ്മളൊരു ടേബിൾ കണ്ട അതിന്റെ മേലെ കുറെ ബുക്കുകൾ ഇങ്ങനെ അടുക്കി വെക്കുമ്പോ അവിടെ ഇരുന്ന് പഠിക്കണം എന്നുള്ളൊരു ശ്രദ്ധ നമുക്ക് ഒരു അറ്റൻഷൻ തോന്നുകയാണ്. കാരണം അത് ഇന്നേനാണ്, ആ സ്പേസ് ഇന്ന സംഭവത്തിനാന്നുള്ളത് തോന്നുക. അത് സത്യമാണ്, നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന മേശ, അത് ഭക്ഷണം കഴിക്കാനുള്ളതാണ്. ഇപ്പൊ നമ്മള് ഓരോ കാര്യങ്ങൾക്കും ഒരു അടുക്കും ചിട്ടയോട് കൂടി ഇങ്ങനെ ക്രമപ്പെടുത്തി വെക്കുമ്പോ അത് കാണുമ്പോ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നുക. പെട്ടെന്ന് അതിലേക്കുള്ള ഒരു അട്രാക്ഷൻ തോന്നും നമുക്ക്, ആ കാര്യം എന്തിനുള്ളതാന്നുള്ളത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. കാരണം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ വിഷയങ്ങൾ അതൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണെങ്കിലും പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല. നമ്മൾ അതിനെപ്പറ്റി ഓർക്ക പോലും ഇല്ലാത്തൊരു വിഷയത്തെ പറ്റിയ മാം ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നത്. നല്ല സൂപ്പറായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് എന്താ പറയാ, നമുക്ക് ഒന്നും കൂടി ആ ഒരു കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും എന്തായാലും വീട്ടിലത് അതിനനുസരിച്ച് ഒന്ന് ക്രമപ്പെടുത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഇന്നത്തെ ക്ലാസ്. എനിക്ക് നല്ല ക്ലാസ് ആയിരുന്നു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗോപിക. താങ്ക് യു സിന്ധുമാൻ. സിന്ധുമാൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ശരിയാണ്, എല്ലാവരും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനാണെങ്കിൽ പോലും ബാഗ് എടുത്ത് ചിലപ്പോൾ ഡൈനിങ് ടേബിൾ വീട്ടിലേക്ക് എത്തിയാൽ ചെയ്യുന്ന കാര്യമാണ് വേഗം അവിടെ കൊണ്ടുവയ്ക്കും. അത് അതിനുള്ളതല്ല. അവിടെ കുറച്ച് വെള്ളവും ഒരു ബോട്ടിലും ഒക്കെ വെക്കാനും അവിടെ ഭക്ഷണം കഴിക്കാനുള്ള ടേബിൾ, ആ സ്പേസ് അതിനുള്ളതാണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കാനാവുമ്പോഴോ ഈ അമ്മമാരല്ലെങ്കിൽ ആ വീട്ടിലുള്ള വ്യക്തികളെ ഈ ഡൈനിങ് ടേബിൾ ആദ്യം വൃത്തിയാക്കാൻ നടക്കേണ്ട ഒരു അവസ്ഥയാണ്. ആ സ്പേസ് അത് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനിത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എന്റെ മൈൻഡിലേക്ക് വന്നത് കൂടി ഷെയർ ചെയ്യാം. പലപ്പോഴും എനിക്ക് പോലും ഇപ്പൊ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ദൂരെ കഴിയേണ്ടി വരും. ഈ ഹോസ്റ്റലിൽ ഞാൻ ഓരോ സ്ഥലത്തും ഓരോ സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഇത് റീഡിങ് ചെയ്യാനുള്ള റൂം, ഇപ്പൊ വേറെ സ്ഥലത്ത് എനിക്ക് എക്സസൈസ് ചെയ്യാനുള്ള സ്ഥലം, ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളും ഞാൻ ഓരോ സ്പേസ് ഒരുക്കിയിട്ട് അത് അതിന് മാത്രമേ ഞാൻ ഉപയോഗിക്കൂ. പക്ഷെ ആ കൊണ്ടുപോകുന്ന ഹാബിറ്റ് വീട്ടിലേക്ക് എത്തിയാൽ അതങ്ങ് തുടർന്നു പോകാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഹോസ്റ്റലിൽ ഈ സ്പേസ് ഒരുക്കിയിട്ട് അതുമായിട്ട് സെറ്റപ്പ് ചെയ്ത് പോവാണ്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ആ സിറ്റുവേഷൻ മാറുമ്പോ അവിടെ അതെനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതിനർത്ഥം അവിടെ ഞാൻ എന്റെ ആവശ്യങ്ങൾക്കുള്ള എക്സസൈസിനാണെങ്കിലും റീഡിങ്ങിനായിട്ടുള്ള ഒരു സ്പേസ് ഒരുക്കിയിട്ടില്ല എന്നർത്ഥം. ആ സ്പേസ് അതുപോലെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ
ഇതേപോലെ ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെയും തുടർന്നുകൊണ്ട് പോയാൽ ഒരുപക്ഷെ അത്തരം ഒരു ചിന്തയിലേക്ക് എന്നെ കൊണ്ടുപോയത് പോലും സിദ്ധരാമന്റെ ഈ ഒരു ഷെയറിംഗ് ആണ് തീർച്ചയായിട്ടും. ആണോ? അപ്പൊ ചില ഷെയറിംഗ് വരുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളും എന്തുകൊണ്ട് എനിക്കത് അവിടെ വെച്ചിട്ട് അത് പറ്റുന്നില്ല എന്നൊരു ഉത്തരം കൂടി അതാണ് നമ്മൾ എപ്പോഴും നമ്മളോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് എനിക്കിത് പറ്റുന്നില്ല? എന്താണ് എന്റെ അവിടെ ബ്ലോക്ക്? ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ആരെങ്കിലുമൊക്കെ നമ്മളെ റിമൈൻഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്കൊരു പോയിന്റ് കിട്ടും. താങ്ക് യു സിംസൺ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഷെയറിംഗ്. താങ്ക് യു. അതുപോലെ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ അംഗൻവാടിയിലാണെങ്കിലും ഞങ്ങൾക്ക് എന്താണ് കുറെ മൂലകളുണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പഠനമൂല, കളിമൂല, പാവമൂല. അവിടെ കളിമൂലയിലൊക്കെ കളിക്കുന്ന ഉപകരണങ്ങൾ മാത്രം സെറ്റ് ചെയ്ത് വെക്കണം. പാവമൂല മീൻസ് നമ്മള് ഈ പാവക്കൂത്ത് കളിക്കില്ലേ, ഒരു കർട്ടനൊക്കെ കെട്ടി എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഓരോരുത്തർ തല പൊന്തിച്ച് നോക്കുക, അങ്ങനെയുള്ള ഓരോ സംഭവങ്ങള്. അതുപോലെ തന്നെ നമ്മള് പിന്നെന്താണ് എന്താണ് കുട്ടികൾക്ക് ചെയ്യേണ്ട കുറെ ആക്ടിവിറ്റീസുകളൊക്കെ ഉള്ളതിന്റെ ആക്ടിവിറ്റി മൂല, അങ്ങനെ ഓരോന്നിനും ഓരോ മൂല കണക്കാക്കി ഇങ്ങനെ വെക്കണം. ഞാനിത് അംഗൻവാടിയിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ആ സ്റ്റാൻഡിന്മേ ഡിവൈഡ് ചെയ്തിട്ട് 2 സെക്ഷനിലായിട്ട് ഇങ്ങനെ ഇതൊക്കെ ഒട്ടിച്ച് നെയിം സ്ലിപ്പ് പോലെ കൊട്ടിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കും. മക്കളെ കാണാതൊക്കെ കൂടി വലിച്ചിട്ടിട്ട്, കുട്ടികളല്ലേ, ഒരു ദിവസം ഞാൻ ലീവുള്ള ദിവസം ആണെങ്കിൽ പിറ്റേ ദിവസം ചെല്ലുമ്പോഴേക്കും അത് മുഴുവനും, കാരണം ഹെൽപ്പർക്ക് മക്കളെ നോക്കലും അടുക്കളയിലെ പണി എല്ലാം കൂടി നടക്കില്ലല്ലോ, ഇവരതെല്ലാം കൂടി ഒന്നിച്ചാക്കിണ്ടാവും. ചിലപ്പോ ദേഷ്യം വരും. പക്ഷെ ക്ഷമയല്ലേ, എന്താ പറയാ, പണ്ടുള്ള ആൾക്കാർ ക്ഷമ ആട്ടും സൂപ്പിന്റെ ഫലം ചെയ്യുന്ന പറയാ. ക്ഷമ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തില് നമ്മൾ അത്രയും അപ്പൊ ഇത് കണ്ടാലും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അതെല്ലാം വീണ്ടും അടുക്കി പറിക്കും. ഓഫീസിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കുക നമ്മള് അംഗൻവാടി എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്, അത് ഓരോ സംഭവങ്ങൾ എവിടൊക്കെയാണ് ഇരിക്കുന്നത്. 21 രജിസ്റ്റർ ഉണ്ട്. 21 രജിസ്റ്റർ മേശയും ഉണ്ടായിരിക്കണം. ഒരു ഇൻസ്പെക്ഷൻ ബുക്ക് ഉണ്ട്, ഒരു വിസിറ്റേഴ്സ് ബുക്ക് ഉണ്ട്. ഇൻസ്പെക്ഷൻ ബുക്ക് ഓഫീസിൽ വരുന്ന സാർമാർക്കും, വിസിറ്റേഴ്സ് അല്ലാതെ നമ്മൾ അംഗൻവാടി വരുന്നവർക്കും എഴുതാനുള്ള ബുക്ക് അത് വേറെ വെച്ചിട്ടുണ്ടായിരിക്കണം. ഓരോന്നിനും ഓരോ ചിട്ടകളാണ്. ചില സമയത്ത് നമുക്കത് പാലിക്കാൻ പറ്റണില്ല. കാരണം നമ്മള് ചില സമയത്ത് നമുക്ക് ടയർഡാണെങ്കിൽ നമ്മൾ അത് അവിടെ കിടക്കട്ടെ പിന്നെ എടുത്തേക്കാം, ആ പിന്നെ എടുത്തേക്കാന്ന് വിചാരിക്കുന്ന ദിവസമായിരിക്കും ആരേലും വരിക. അപ്പൊ നമ്മളതിനപ്പോ അവരവരോട് വിലയിരുത്തുകയാണ് ഇതിങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് പാളിച്ചയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഞാനൊക്കെ ഇൻസ്പെക്ഷന് ഹെൽത്ത് നിന്ന് ആള് വരുന്നുണ്ട് പറഞ്ഞപ്പോ വീണ്ടും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ അതൊക്കെ നമ്മൾ കുറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മള് ശ്രദ്ധിക്കില്ല, നമ്മളത് മൈൻഡിൽ പോലും വെക്കില്ല. അത് ചെയ്യാം വിചാരിക്കും. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഫോർ ഷെയർ. ഓക്കെ, താങ്ക് യു സിന്ധു മാം. സാലു സർ ജസ്റ്റ് വീഡിയോ ഓൺ ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു. ഹായ്, ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, വെൽക്കം. ഞാൻ കുറച്ചു മുമ്പ് വന്നിരുന്നു, പിന്നെ കുറച്ച് യാത്രയൊക്കെ ആയപ്പോൾ വീണ്ടും മുടങ്ങി. ഇന്നലെ മുതൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാജിക് മോർണിംഗ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഭയങ്കര ഉപകാരമായി. ഒരു റിമൈൻഡർ ആയിരുന്നു സ്പേസിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് ഒരു റിമൈൻഡർ ആയിരുന്നു. സോ താങ്ക് യു പ്രവീണ മാം. സോ ഇപ്പൊ മാം പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ വീട്ടിലുള്ളത്, ഇന്നിപ്പോ ഇനി ഓഫീസിൽ പോയാൽ 1 വീക്ക് അവിടെ ആയിരിക്കും. വീക്കെൻഡ് മാത്രമേ വീട്ടിൽ വരാറുള്ളൂ. അപ്പൊ അവിടെ ആകുമ്പോൾ ഞാൻ അവിടെ ജിമ്മിന് പോകാറുണ്ട്. അപ്പൊ മോർണിംഗ് വർക്കൗട്ടുകളൊക്കെ നടക്കും. പക്ഷെ വീട്ടിലേക്ക് വന്നാൽ അതെല്ലാം മുടങ്ങുന്ന സ്ഥിതിയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അപ്പൊ ഞാനിങ്ങനെ നോക്കി കൊടുക്കാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ വരുമ്പോ, ഇതിന് സ്പേസ് അല്ലെങ്കിൽ അതിന് സാഹചര്യം ഒരുക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോട്ട് ഉണ്ടാക്കാൻ ശരിക്കും ഉപകാരപ്പെട്ടു. താങ്ക് യു സാലു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് ഒരു റിമൈൻഡർ, ഇതൊന്നും നമുക്ക് അറിയാത്ത കാര്യങ്ങളല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോഴും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു റിമൈൻഡർ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. താങ്ക് യു ഫോർ ഷെയറിംഗ് സാലു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹായ് മാം. ഹലോ. ഹായ്. പ്രവിത. നല്ല ക്ലാസ് ആയിരുന്നു മാമിന്റെ ക്ലാസ്. പിന്നെ മാം പറഞ്ഞ സമയത്ത് ഈ സ്പേസ് നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലായി. കുറെ ദിവസങ്ങളായിട്ട് എന്താണ്
പിന്നെ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതെന്നുള്ള ഒരു സെർച്ചിങ്ങിലായിരുന്നു ഞാനും. നല്ലപോലെ വായിച്ചിരുന്ന ആളാണ്, പക്ഷെ എനിക്കിപ്പോ വായിക്കാൻ അതിൻ്റെതായതില്ല. അപ്പൊ മാം പറഞ്ഞത് തന്നെ പ്രശ്നം. മേ ബി ഞാൻ മിക്ക സമയത്തും ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടാണ് വായിക്കാറ്. പിന്നെ അപ്പുറത്തൊക്കെ മക്കളാവും, അങ്ങനെയാവും. അപ്പൊ വീണ്ടും പെട്ടെന്ന് എന്തെങ്കിലും ചിന്ത വരും, കുട്ടികൾ വരുമ്പോഴത്തേക്ക് അത് ചെയ്യണല്ലോ, അപ്പൊ അതവിടെ നിർത്തി പോകും. അപ്പൊ എങ്ങനെ എവിടെയൊക്കെ പല പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ടൊന്നും എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നേ ഇല്ല. അപ്പം അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ ഇങ്ങനെ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് മാമിന്റെ ക്ലാസ്. അപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ പ്രശ്നം എന്നുള്ളത്. അപ്പം വളരെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഫോർ ഷെയറിംഗ്. കേട്ടോ, അപ്പൊ എന്റെ ഒരു ഹാബിറ്റ്, എനിക്ക് ആ ഹാബിറ്റ് ആഗ്രഹമുണ്ട്, പക്ഷെ അതെങ്ങനെ നടത്തിയെടുക്കും. അപ്പൊ അതിനായിട്ട് ഞാനൊരു സ്പേസ് ഒരുക്കുമ്പോൾ ചുറ്റുമുള്ളവർക്ക് അതൊരു മെസ്സേജ് ആണ്. അപ്പോ സവിത ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അമ്മയ്ക്ക് അത് വായനയുടെ ടൈമാണ്. അപ്പൊ ലീവ് ഹെർ എലോൺ. അപ്പൊ ആരും ശല്യപ്പെടുത്താൻ വരില്ല. ഒരു പക്ഷെ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴോ നമ്മൾ എല്ലാവരും കാണും. അപ്പൊ നമുക്കും ഇത് മെസ്സേജ്, എന്നോട് ഇങ്ങനെ മറ്റു വ്യക്തികൾ പെരുമാറണം എന്ന് കാണിച്ചു കൊടുക്കാൻ പോലും നമുക്ക് ഇതിൽ കൂടെ പറ്റും. അപ്പൊ ഇത് എന്റെ റീഡിങ് ടൈമാണ്, ഇതെന്റെ റീഡിങ് സ്പേസ് ആണ്. അപ്പൊ സ്ഥിരമായി നമ്മൾ ആ ഹാബിറ്റ് കൊണ്ടുപോകുമ്പോൾ ഇത് മെസ്സേജ് ഫോർ ദ ഫാമിലി ഓൾസോ. ഇത് റീഡിങ് ടൈം ആണ്, അപ്പൊ അവിടെ ഇരുന്ന് വായിച്ചോട്ടെ, ഡിസ്റ്റർബ് ചെയ്യുന്നു. അപ്പൊ ആ സ്പേസിന്റെ ഇമ്പോർട്ടൻസ് അതാണ് നമുക്ക്. ഓക്കെ, അപ്പൊ വീടുകളിലെല്ലാം തന്നെ ഒരു പക്ഷേ ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ വീടുകളിലെല്ലാം തന്നെ ഇത്തരം ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു റീഡിങ് ഹാബിറ്റ് ആയിക്കോട്ടെ, ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാണ്ട് എല്ലാവരും അത്തരം ഒരു ഹാബിറ്റിലേക്ക്, പലപ്പോഴും ന്യൂസ് പേപ്പർ വായിക്കുന്നത്, ന്യൂസ് പേപ്പർ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് ഏതെങ്കിലും ഫ്രണ്ടിലായിരിക്കും. ഇത് അത് എവിടെ കൊണ്ടുവയ്ക്കുന്നത് പിന്നെ ആരും കാണാതെ പോകും. പക്ഷെ ആ ന്യൂസ് പേപ്പർ വെക്കുന്നത് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ, ദിസ് ഇസ് ദ സ്പേസ് ഫോർ ദാറ്റ് ന്യൂസ് പേപ്പർ. അപ്പൊ അത് അവിടെ അതിനുള്ളതാണ്. അപ്പൊ അത് യൂസ് ചെയ്യുക, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാമിലിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേ മറ്റു വ്യക്തികൾക്ക് അത് മനസ്സിലാക്കാനും അത് യൂട്ടിലൈസ് ചെയ്യാനും കൂടി പറ്റുള്ളൂ. താങ്ക് യു സവിത, താങ്ക് യു ഫോർ ഷെയറിംഗ്. ഹായ് പ്രമീണ മാം, ഗുഡ് മോർണിംഗ്. ഞാനാണെങ്കിൽ ഈ ഓരോ കാര്യത്തിനും എനിക്കിങ്ങനെ പ്രത്യേക സ്പേസ് ഒന്നുമില്ല. എവിടെയാണോ സ്പേസ് അവിടെ അങ്ങനെ വെക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ ഒന്നിനും സമയം കിട്ടില്ലായിരുന്നു. എല്ലാം ഈ തിരയാനും അതിനും ഒക്കെ ആയിട്ട് തന്നെ കുറേ സമയം പോകും. അപ്പോഴെന്നും ഞാൻ ആലോചിക്കും എവിടെയാണ് എനിക്ക് പറ്റുന്നത്. സമയമുണ്ടോയെന്ന് വെച്ചാൽ സമയമുണ്ട്, പക്ഷെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ മൂവ് ആവുന്നില്ല. മാം ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാനത് കുറച്ചുകൂടെ ശ്രദ്ധിച്ചത്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് വേണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സവിത. സവിത പറഞ്ഞപ്പോൾ, അപ്പൊ നമ്മുടെ വീട്ടിൽ അലമാര ഉണ്ടെന്നെ, അതിനായി കൃത്യമായിട്ട് നമുക്ക് പലതരം അലമാര, ബുക്കിനുള്ള ഷെൽഫ് ഉണ്ട്, അല്ലെങ്കിൽ ഡ്രസ്സ് വെക്കാനുള്ള ഷെൽഫ്, ഓരോന്നിനും ഓരോ സ്പേസ് ഉണ്ട്. ആ സ്പേസിന്റെ ഇമ്പോർട്ടൻസ് ഫാമിലിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ ബിഹേവിയർ കൊണ്ടുവരിക. അപ്പൊ ആ ബിഹേവിയർ, ആ ചുറ്റുമുള്ള എൻവിറോൺമെന്റ് നമ്മളെ കൂടുതലായിട്ട് ആ ഹാബിറ്റിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും എന്നുകൂടി ഓർമ്മപ്പെട്ടു. അപ്പൊ വൺ സ്പേസ് വൺ ടൈം യൂസ്. ഓക്കെ പ്രേരണ മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ഒരു റിമൈൻഡർ പോലെ നല്ലൊരു സെഷൻ ആയിരുന്നു ഇന്ന്. ഇനി താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പം നല്ലൊരു ഹാപ്പി മൺഡേ ടു ആൾ. നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ലീവ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു പ്രവീണ മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു മാം.